ഹലോ ഗൈസ്, 2-3 ദിവസം അവധിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നേരെ കൊട്ടിയത്തോട്ട് അമ്മമ്മ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വരുന്ന വഴിയിൽ ഞങ്ങൾ വാടിയിൽ കയറി കുറച്ച് മീനൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. അവിടെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമല്ലേ. ഒരുപാട് സ്റ്റാളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് അമ്മച്ചിമാരേ ഉള്ളായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ ചുമന്ന മീനും ചാളയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞ കട്ട് ചെയ്തപ്പം പറഞ്ഞ് അത്ര ഫ്രഷ് ഒന്നും അല്ല എന്ന് പറഞ്ഞു കേട്ടോ. ബാഗ് കണ്ടോ, കാറിനകത്ത് 3 ദിവസത്തേക്കുള്ള ലഗേജ് കുത്തി തറച്ച് വെച്ചിരിക്കുക. എല്ലാവരും ഉണ്ടല്ലോ. ആ കടൽ കണ്ടോ, നമ്മൾ ബീച്ചായിട്ടോ, കൊല്ലം ബീച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. നല്ല ആ അന്തരീക്ഷമൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഞങ്ങളൊരു ആൻറ്റിയെ വിളിക്കണം കേട്ടോ. ഞങ്ങൾ ഡാളിയൊക്കെ എന്നാണ് വിളിക്കുന്നത്. ഡാളിയൊക്കെയും കൂടെ ഞങ്ങളെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാളിയൊക്കെയും വിളിച്ച് ഞങ്ങൾ നേരെ കൊട്ടിയത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അന്തരീക്ഷം എന്ന് വെച്ചാൽ മഴയും ഉണ്ട്, വെയിലും ഉണ്ട്. നോക്കിയാൽ മേഘം നോക്കിയാൽ നല്ലൊരു ഡാർക്ക് കളറിൽ കിടപ്പുണ്ട്, എങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ അങ്ങോട്ട് വരും കേട്ടോ. നല്ല കൺജസ്റ്റഡ് ആയിട്ട് റോഡാട്ടോ. എതിരെ ഒരു വണ്ടി വന്നാൽ പിന്നെ നമുക്ക് ഈ കാറിൽ പോകാൻ പാടാം. അപ്പം ആൾ ബാക്കിലോട്ട് ഒതുക്കും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ടൈറ്റായിട്ടൊരു റോഡാണ്. ഞാൻ വന്ന് ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ നേരെ കാറിൽ നിന്ന് ലഗേജൊക്കെ എടുക്കും കേട്ടോ. ആദ്യമേ ആൻറ്റിയുടെ കയ്യിൽ മീനൊക്കെ കൊണ്ട് കൊടുത്ത് പിന്നെ ലഗേജൊക്കെ എടുത്ത് കയറുന്നുണ്ട്. അല്ലിയാണെങ്കിൽ കവറും പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അമ്മാമ്മയ്ക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, ഡ്രൈ വെജിറ്റബിൾ. നമ്മൾ 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഡ്രൈ വെജിറ്റബിൾ അമ്മാമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മാമ്മയ്ക്ക് ചവയ്ക്കാൻ പാടെന്നാലും അതൊക്കെ കൊണ്ട് ഒരാഗ്രഹം അമ്മാമ്മയ്ക്ക് കഴിക്കണോ. ഞങ്ങളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് ഇഡ്ഡലിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും.